ഇന്ന് വ്യാപകമാകുകയാ കുടിയും വലിയും. അതൊക്കെ ഒരു വലിയ അഭിമാനത്തിന്റെ, ഒരാണത്തത്തിന്റെ ലക്ഷണമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കുടിക്കുന്നവനും വലിക്കുന്നവനൊക്കെയാണ് പാണ്. രഹസ്യമായിട്ട് കുടിക്കുന്നവരുണ്ട്, പരസ്യമായിട്ട് കുടിക്കുന്നവരുണ്ട്, വലിക്കുന്നവരുണ്ട്. റമദാനൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാം, ഒരു നോമ്പറൊക്കെ പള്ളിയിൽ വെച്ചാൽ ആദ്യമേ ചില ആൾക്കാരിങ്ങനെ മാറിന്ന് തുടങ്ങും. എന്തിനാ? നോമ്പ് ഉറക്കാനുള്ള ബുദ്ധി കൊണ്ടല്ല, ഇതെന്തെങ്കിലും ഒന്ന് തുറന്നിട്ട് വേണം പോയി വലിക്കാന്നുള്ള ബേജാറുകൊണ്ടാ. കുല്ലു മുസ്കരിൻ ഹറാം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അത് കുടിയാണെങ്കിലും വലിയാണെങ്കിലും ഇസ്ലാം നിഷിദ്ധമാക്കിയതാ. അത് ചെറുതല്ലേ എന്നല്ല. എത്ര കുടുംബത്തിൽ ആ സൗര്യം നഷ്ടപ്പെടുന്നത്, എത്ര പെൺകുട്ടികളുടെ ജീവിത ഇങ്ങനെയുള്ള കഞ്ചാവിന്റെ ആൾക്കാരെ കുടുംബത്ത് കയറി ചെന്ന് നശിച്ചിട്ടുള്ളത്. എത്ര മക്കളാ ഇപ്പോഴും ആ ആരോപണത്തില് ആ വാപ്പാന്റെ ഇമ്മാന്റെയും മക്കളായി പോയതിന്റെ പേരിൽ നാട്ടിൽ അപമാനിക്കപ്പെടുന്നത്. ചിലരൊക്കെ നാട്ടിൽ വരുന്നത് തന്നെ കഞ്ചാവ് ഉണ്ടാക്കാനും ചില മക്കളെ പയപ്പിക്കാനാന്ന് തോന്നിപ്പോവും. ചില ആൾക്കാർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കലുണ്ട്, ഓനൊക്കെ ഗൾഫ് നിർത്തി വരാണ്ടിരിക്കട്ടെ, ഓൻ നാട്ടിൽ വരാതിരിക്കട്ടെ എന്ന്. കാരണം നാട്ടിൽ വന്ന ഉള്ള പൈസക്ക് 4 കൂട്ടുകാരെയും കൂട്ടിയിട്ട് 4 യാത്രയും ചെയ്ത് ഇല്ലാത്ത കുറെ ശീലങ്ങൾ ചില മക്കളെ പഠിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല. കാരണം പൈസന്റെ പളപള മിന്നിപ്പും വിദേശ രാജ്യങ്ങളുടെ അത്യാവശ്യം പവറും ഉണ്ടെങ്കിൽ നാട്ടിൽ ഓനെ ആൾക്കാർ സ്വീകരിക്കുന്നത് പോലും പൈസക്കാരനായിട്ടാ. അത്യാവശ്യം ശരീരത്തിൽ പുരട്ടുന്ന സുഗന്ധവും പടപട പൊട്ടുന്ന ഒരു വാഹനം ഉണ്ടെങ്കിൽ ഓന്റെ പിന്നാലെ കൂടാ മക്കളുണ്ട്. അതാൺമക്കൾ മാത്രമല്ല, ഇപ്പൊ പെൺമക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന് കുടിച്ചു കൂത്താടിക്കടന്നത് പല പെൺമക്കളുവാ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അമ്മാരെ? സ്വന്തം വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന മക്കൾക്ക് ഇസ്ലാമിന്റെ ധാർമ്മിക ബോധങ്ങളും ലഹരിയുടെ ഭവിഷ്യത്തുകളെ പറ്റും ബോധ്യപ്പെടുത്തുന്ന ഏത് ക്ലാസ്സിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്? ഉമ്മ ഉമ്മ എന്നും വിളിച്ചിട്ട് ഉമ്മാരെ തട്ടത്തിൻ മറയത്ത് ഉമ്മ തരുന്നും തിന്നു നടന്ന് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിന് ശേഷം മൂക്കുമുട്ട കഞ്ചാവടിച്ച് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലഹരി ബാധിച്ച് കന്യകാത്വം നഷ്ടപ്പെട്ട് ആരാന്റെ മക്കളെ ഗർഭം പേറി ഉമ്മാന്റെ മടിയിൽ വന്ന് ജീവിതം നശിച്ച എത്ര മക്കളെ കഥ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും? പക്ഷെ സ്വന്തം മക്കൾ എന്തേ തെറ്റ് ചെയ്താ ചില മാപ്പാരുമാർ അത് അംഗീകരിക്കൂല. ഓന്റെ അസൂയ കൊണ്ട് പറയാന്നാ പറയാ. അപ്പൊ അതുകൊണ്ടാ പലരും പറയാൻ പേടിക്കുന്നത്. ഓന്റെ അസൂയ കൊണ്ട് പറയാൻ. നിങ്ങളെ കുട്ടീനെ ഒന്ന് സൂക്ഷിക്കണോട്ടോ. എക്കാറിലുള്ള നിങ്ങൾ ആ മോളല്ലേ, ഓളെ ആ ബസ് സ്റ്റോപ്പിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. വാപ്പ അത് കേട്ടിട്ട് പൊരേ പോയി പറയും, ഓൻ പറയാണ് നമ്മളെ മോളെങ്ങനെ കാണുന്നുണ്ട് എന്ന്. ഒട്ടനെ അമ്മ തിരിച്ചറിയും, ഓക്കും ഓനും അല്ലെങ്കിൽ ഒരു അസൂയ നമ്മളെ മോളോട്. എന്താ പറയാ, ഇനി തിരിച്ചു അങ്ങനെ തന്നെയാ പറയാ. ഞാൻ കുറ്റപ്പെടുത്തല്ല, ചിന്തിക്കണം. അത്രയേറെ മാരകമായി ലഹരി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ സ്രോതസ് മുഖ്യമന്ത്രി പോലും പറഞ്ഞൊരു വല്ലാത്ത വാക്കുണ്ട്. എന്തുകൊണ്ട് ലഹരി പടരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലഹരി തടയുന്നതിനേക്കാളും ഭയാനകമാണ് ലഹരി വിതരണം ചെയ്യുന്ന ആ ഒരു കൂട്ടുബലം. പരപ്പംപൊയിൽ അല്ലെങ്കിൽ പള്ളിപ്പൊയിൽ അങ്ങാടിയിലേക്ക് പോലീസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മാനത്തുമ്മലിരിക്കുന്നവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് പോയി, അവിടെ ഇങ്ങോട്ട് പോയി. ഇതിപ്പോ ആരാ പിടിക്കാൻ വന്ന് 4-5 പോലീസുകാർ സാധുക്കള്. അതിനേക്കാളും ഫലമാണത് വിതരണം ചെയ്യുന്നവരുടെ ശൃംഖല. അതെങ്ങനെ തടയാൻ പറ്റൂ? നമ്മളെ കുടുംബത്തിൽ അതില്ലെന്ന് ഉറപ്പുവരുത്തല്. അത് ഉപയോഗിക്കുന്ന വാപ്പാരെ, കുടിയൻക്കുന്ന വലിക്കുന്ന വാപ്പാരെ, അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ മക്കളെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിക്കുക. വാപ്പ കുടിയനായതിന്റെ പേരിൽ ഇപ്പോൾ 23 വയസ്സും 22 വയസ്സുമുള്ള മക്കളുണ്ട് നാട്ടില്, പല നാട്ടിലും. വാപ്പാന്റെ വലിയോണ്ടും തോന്നിയാസം കൊണ്ടും ജീവിതം നശിച്ചുപോയ മക്കളുണ്ട്. എന്ത് പാപ നിങ്ങളെ ഭാര്യമാരുങ്ങളോട് ചെയ്ത്, എന്ത് കുറ്റ ആ സാധു മക്കൾ നിങ്ങളോട് ചെയ്ത്. നിങ്ങളെ മക്കളായി ജനിച്ചു പോയതിന്റെ പേരിൽ മരണം വരെ അപമാനം സഹിച്ച് ജീവിക്കേണ്ട ആ ഒരു ക്രൂരതയിലേക്ക് മക്കളെ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ കുല്ലു മുസ്കിരിൻ ഹറാം ഹറമ അലൈക്കുമുൽ ഖംരി വൽ മൈസിരി. കള്ളും ചൂതാട്ടോ ഇതൊന്നും വേണ്ട. കുറച്ച് ചീട്ടളിയാ ചിലർക്ക്, കത്തുകളി. ഏതെങ്കിലും പൂരണ്ടാവാൻ കാത്തിരിക്കുക. നമ്മള് ഇതിന് കത്തുകളിക്കേ ഉള്ള മുതലുമായിട്ട് സമ്പാദിച്ച മുതലുമായിട്ട് പോവുകയാണ് കത്ത് കളിച്ച് നഷ്ടപ്പെടുത്താൻ. മക്കളും കുടുംബവും ഭക്ഷണം തിന്നേണ്ട മുതല് ആരാന് കൊണ്ട കൊടുക്കുന്ന ഇരുട്ടിന്റെ മറവിൽ ഉണ്ടകുത്തി കളിക്കുന്നവരുടെ കളികള്. എത്ര കുടുംബത്തിൽ ആ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുന്നത്, എത്ര ഭാര്യമാരുടെ സന്തോഷം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇസ്ലാമിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ ഓനോന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും. പടച്ചോൻ ഇത് കൊണ്ടുപോകും. പക്ഷെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സ്വയം നശിപ്പിച്ചു എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് ആ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയണത്. എൻ്റെ അമ്മ പറയലുണ്ട്, പണ്ടിങ്ങി സ്കൂൾ ഇട്ട് വരുമ്പോഴേക്ക് പടച്ചോനെ എന്താ ഇപ്പം ഉണ്ടാക്കിയേക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയല്ല. ഇപ്പം സാൻഡ്വിച്ച് വേണം, ബർഗർ വേണം, തുർക്കിഷ്, ചൈനീസ്, ലബനീസ്, ഇനി ഏതാ മോഡൽ വരാനില്ല. കരിച്ചതും പൊരിച്ചതും പൊട്ടിത്തെറിച്ചതും ചീറിപ്പാഞ്ഞതും കുയ്യിലിട്ട് വാട്ടിയതും. ഞാൻ തിന്നാറില്ല എന്നുള്ളതല്ല, നമ്മുടെ ജീവിത ശൈലി മാറിക്കൊണ്ടിരിക്കുക.
എത്ര അരുതാലയങ്ങളാ കശാപ്പ് ശാലകളായി മാറുന്നത്, എത്ര സുക്കേടുകളാ കൂടുന്നത്, എന്തൊക്കെ അസുഖങ്ങളാ മാറി മാറി വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു നല്ല സമൂഹമാണ്. വൃത്തിയും വെടിപ്പും സ്നേഹവും പരിഗണനയും ഏകനായ ഒരു ഇലാഹിനെയും വിശ്വസിച്ച് നടക്കുന്നവര്, ഈ ആദർശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യത ഏറ്റെടുത്തവര്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ അള്ളാന്റെ ദീന് മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ പരിശ്രമിച്ചവർക്ക് മരണാനന്തര ലോകത്തേക്കും കൂലി കിട്ടുക. കേൾക്കാൻ വന്നിരിക്കുന്ന നമുക്കത് മാറ്റങ്ങൾ വരുത്തിയിട്ട് പോലും ഇല്ലെങ്കിൽ ഈ കേട്ടത് പോലും പടച്ചോന്റെ അടുത്ത് കുറ്റായിട്ട് മാറും. പ്രത്യേകിച്ച് ഈ കാലം വ്യതിചലിക്കുമ്പോൾ ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും ഗേസെക്സും ലെസ്ബിയൻ ആസ്വാദനങ്ങളും പെണ്ണിനെയും ആണിനെയും കല്യാണം കഴിക്കുന്ന ഒരു മാരകമായ വിപത്തിലേക്ക് നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, യുവാക്കളെ, നിങ്ങളിലാണ് ഈ സമൂഹത്തിന്റെ പ്രതീക്ഷ. തലമുതിർന്ന കാരണവന്മാർ ചൂട്ടും പിടിച്ച് മുന്നിൽ നടക്കുമ്പോൾ ആ വെളിച്ചത്തിൽ മുന്നോട്ട് നടക്കാൻ നിങ്ങൾ ഉണ്ടാവണം. പള്ളിപ്പൊയിലും നന്മണ്ടയിലും നരിക്കുനിയിലും പാലത്തുമായി നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളെ മാത്രല്ല, ഒരു നാടിനെയാ, ഒരു ജനതയെയാ, ഒരു തലമുറയെയാ. കാരണം ശോഷിച്ച കൈകളിൽ വിളക്കും പിടിച്ച് വാർദ്ധക്യമെത്തിലെത്തിയവർ മുന്നോട്ടോടുമ്പോ അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് കുത്തിത്തീരുന്ന മൊബൈൽ ഫോണിന്റെ മുൻപിലും സിനിമാശാലയ്ക്ക് മുൻപിലും ഏതോ പെണ്ണിനെ വളയ്ക്കാനും ചവിട്ടാനും ആ രീതിയിൽ കുയിലാക്കാനുമുള്ള രീതിയാണെങ്കിൽ ജീവിതത്തിൽ ആണത്വം നഷ്ടപ്പെട്ടു പോയവനായിട്ട് അള്ളാന്റെ അരികിൽ നമ്മൾ നിൽക്കേണ്ടി വരിക. ഈ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ റസൂൽ നമ്മളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാവണം. ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക നമ്മളിപ്പോ, ഒരുമിച്ച് നിന്ന് കഷ്ടപ്പെടുക നമ്മളിപ്പോ. അതുകൊണ്ട് എല്ലാവരും ശത്രുഭാഗത്തും നമ്മൾ തന്നെയാണുള്ളത്. അതുകൊണ്ടാ പലപ്പോഴും പല ആളുകളും കുറ്റം പറയുന്നതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിനാവാനുള്ള കാരണം. എല്ലാവർക്കും ഒരു ശത്രുക്കളേ ഉള്ളൂ, മുജാഹിദ് പ്രസ്ഥാനം. നമ്മള് കാരണം ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയാണ് ജീവിതം എന്ന് ബോധ്യപ്പെടുത്തി അധികാരത്തിനോ ആളെ കാണിക്കാനോ പ്രവർത്തിക്കാത്ത സംഘടന. ആ തിരിച്ചറിവോടുകൂടി ആദർശ പ്രവർത്തന രംഗത്ത് നിങ്ങളും കൂടെണ്ടെങ്കിൽ ഏത് നാടും നമുക്ക് മാറ്റാൻ പറ്റും, ഏത് കുടുംബത്തിലും വെളിച്ചെത്തിക്കാൻ പറ്റും. നാളൊരാൾ മഹല്ലെന്ന് മരിക്കുമ്പോൾ ഞാൻ കുറ്റവാളിയാവില്ല എന്ന് ഓരോരുത്തരും മഹല്ലുകാരൻ തീരുമാനിച്ച നിങ്ങളൊക്കെ ഭാരവാഹികളാ, നിങ്ങളൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയാ. നിന്റെ മഹല്ലിൽ ഞാൻ മറ്റൊരാൾക്ക് ഭാരമായിട്ടില്ല എന്നുറപ്പിച്ചാൽ, ഞാൻ മറ്റൊരാൾക്ക് ഒരിക്കലും ഒരു ക്രൂരത ചെയ്തിട്ടില്ല എന്നുറപ്പിച്ചാൽ, ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ എന്നോർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഇതേ രീതിയിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അതെല്ലാം എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ.